ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും പ്ലാന്റുകൾ വിഭവങ്ങൾ തേടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ 11C GC മാംഗോ GC അല്ലെങ്കിൽ 11C എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മാവിൻ്റെ മദർ പ്ലാന്റ് അതിൻ്റെ തൈകൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് അവിടെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കണ്ടത്. അതിൻ്റെ മാങ്ങയാണിത്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടെ മഴ പെയ്തിട്ട് നമ്മളെ പോലെ തന്നെ ഇവിടെയും മഴ പെയ്തിട്ട് എല്ലാം കളറൊക്കെ വെള്ളം വീണ്ട് ആകെ കേട് നിൽക്കണം. പക്ഷെ ഇവർ പറഞ്ഞത് ഇതൊരു സംഭവം മാങ്ങയാണ്, നാംഡോക്കൊന്നും അല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കാം, കഴിച്ചു നോക്കട്ടെ. കത്തിയൊന്നുമില്ല. ഓ ഹൊണി ഒരു രക്ഷയില്ല കേട്ടോ, ഫുള്ള് ഫ്ലഷാണ്. പയര കൊതിയോടരുതേ, ഒരു രക്ഷയില്ലാത്ത മാങ്ങ കേട്ടോ. ഇനി അടുത്തത് നമ്മളെ ഗാർഡൻ അലങ്കരിക്കാനുള്ള വസ്തുവാണിത്. 11C. ഇത് നമ്മളെ ക്ലൈമറ്റിൽ ഒന്നുകൂടെ നല്ല ഭംഗിയിൽ കളർ വരും. പറയാൻ കാരണം ഇവിടുത്തെ ആർട്ടിറ്റ് കണ്ടാൽ നമ്മളൊരാളും തൊടൂല. പക്ഷെ നമ്മളവിടുത്തെ ആർട്ടിറ്റ് കണ്ടാൽ ഒരു മനുഷ്യൻ വിടൂല. അതാണ് എൻ്റെ വ്യത്യാസം. ഇവിടുത്തെ ആർട്ടിറ്റു കണ്ടാൽ നമ്മൾ ഒരു കളറും ഇല്ല, ഒരു ഭംഗിയും ഇല്ല, ഒരു വലുപ്പവും ഇല്ല. പക്ഷെ നമ്മളെ ക്ലൈമറ്റിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു മാങ്ങ. ഇത് മുഴുവൻ തീർത്തിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചോളും. ഒരു രക്ഷയില്ല. എൻ്റെ അണ്ടി കാണിച്ചു തരാനാണ്. സീഡ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പലക കഷ്ണം. നമ്മളെ ഈജിപ്തിൻ്റെ മാങ്ങ വരുന്നുണ്ടല്ലോ, അതിൻ്റെ പിന്നെ തൊലി, അതിൻ്റെ അണ്ടി. ഇതൊന്ന് കാണിക്കാനാണ് ഇത്രയും. ഒരു ബ്ലേഡ്. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. എവിടുന്നെങ്കിലും കിട്ടിയാൽ തൈകൾ വാങ്ങി വെച്ചോളി. C നിന്ന നെൽപ്പിൽ 4 മാങ്ങയിരുന്നു നിന്നു. ഒരു രക്ഷയില്ലാത്ത മാങ്ങയാണ്. അത് അമ്മാതിരി കായപിടുത്തമാണ്. ഉണ്ടല്ലേ, അമ്മാതിരി കായപിടുത്തം. എന്തായാലും ഇൻഷാല്ലാ ഞാൻ വരുമ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഗാർഡനിൽ വന്നവർക്കൊക്കെ റിവ്യൂ ചെയ്യാം, അനുഭവിച്ചറിയാം. ये थोड़ा महंगा में लेके जाएगा मेरा उधर का आदमी लोग का देने के लिए. ये मेरा गार्डन में जो आते हैं वो लोग का खिलाने के लिए थोड़ा महंगा लेके जाएगा. एकदम आप लेके जाना, ये दिखाना है ये कैसा होता है, कितना टेस्टी होता है. क्यों ये बोलने से नहीं आते है, क्यों हर आदमी बोलेगा और राज भाई पुशिंग करता है. खाकर दिखाने है. हमेशा मेरे को ऐसे एक नाम है तल्लल. ये दिखाना मंद है, दिखाने का नहीं है, एक खा के दिखाना मंद है. इतना बढ़िया आम है. ഒരു രക്ഷയില്ലാത്ത മാങ്ങ കേട്ടോ. തിന്നതിൻ്റെ ഇത് കാണാനുള്ള ഭംഗിൻ്റെ ഇവിടുത്തെ മഴ പറഞ്ഞിട്ടാണ്. എത്ര മാവുമലാണെന്നറിയാം മാങ്ങ ഉള്ളത്. ഇതൊക്കെ വരെ തൈകൾ ഉണ്ടാക്കാനുള്ള മദർ പ്ലാന്റുകളാണ്. കണ്ടല്ലേ,
ഒരു രക്ഷയില്ല. ഓരോ മരത്തിമേലും മാങ്ങ. ഇത് വേറൊരു മാങ്ങയാണ്, നമ്മളെ ഇതിന് യുവാൻ 6. കാഴ്ചയിൽ നമ്മളെ കിങ് ഓഫ് ചക്കത്തിൻ്റെ ഒക്കെ പോലെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ സീറ്റ് പ്രിൻസ് ഇതൊക്കെ പോലെ കാണും. പക്ഷേ വെയിറ്റും ഉണ്ട്. അതൊരു വേറെ ബ്രീഡ് തന്നെ. കാഴ്ചയിലൊക്കെ എല്ലാം കളർ മാങ്ങ തന്നെയാണ്. ഒരു ചെറിയ ടൈമിൽ ഇതുണ്ടായിട്ടുള്ളത് ഇതാണ് യുവാൻ 6. ജസ്റ്റ് ഇങ്ങനെ മാങ്ങകളുടെ വിഭവങ്ങൾ തേടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം പക്ഷെ ഇതൊക്കെ ആളുകൾ ഇവിടുന്ന് കട്ട് കൊണ്ടുപോയതാണെന്ന് അവർ പറഞ്ഞത്. ഇതിൻ്റെ കമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ മാങ്ങയും പൊട്ടിച്ചിട്ട്, കാരണം ഒന്നും സുരക്ഷിതമല്ല, ഓപ്പൺ ഏരിയയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതാണ് യുവാൻ 6. അതിമ എൻ്റെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല കേട്ടോ. നമ്മുടെ 11C. രക്ഷയില്ലാത്ത മാങ്ങയാണ്. ഇതൊക്കെ നമുക്ക് അടുത്ത കൊല്ലാകുമ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് വലിയ തൈകൾ റെഡിയാക്കാനുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് കാരമ്പാവ്. നമ്മളെ ഫിലിപ്പൈൻ്റെ മാങ്ങയാണ് കാരമ്പാവ്. സ്വീറ്റ് എലീന. ഇതിൻ്റെ വെറൈറ്റിൻ്റെ പേരാണ് കാരമ്പാവ് സ്വീറ്റ് എലീന. കാണാൻ വലിയ ലുക്കൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇവനെ ഞാൻ പൊട്ടിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇത് അതേപോലെ തന്നെ പുതിയൊരു വെറൈറ്റിയാണ്, ലെമൺ സിസ്റ്റ്. പഴുത്തിട്ടില്ല. അപ്പോൾ ഇതിന് കുറച്ച് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് അവിടെ എത്തിയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇതാണ് ലെമൺ സിസ്റ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇതൊക്കെ ഇവിടെ വരെ മഴ കൊണ്ട ഒരു ചെറിയ പ്രശ്നങ്ങളാണ് ഇതിന് കാണുന്നത്. അപ്പം നമ്മളെ നാട്ടിൽ കുറച്ച് എയർലി ഫ്ലവർ ഇടണോണ്ട് ഈ കൊല്ലത്തെ പോലെ ആണെങ്കിൽ രക്ഷപ്പെടില്ല. അപ്പം അടുത്ത ഇക്കൊല്ലം മഴ നേരത്തെ വന്നുകൊണ്ട് നേരത്തെ അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പം അടുത്ത ക്രോപ്പ് നമുക്ക് നന്നായി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എല്ലാം പ്രതീക്ഷകളാട്ടോ. इसका तैयारी हो गया पौधा? हाँ हाँ आ गया ना? ഓക്കെ. അപ്പം ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു മാങ്ങനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളെ കിട്ടുന്നിടത്തു നിന്നൊക്കെ വാങ്ങി വെക്കുക. അപ്പം അത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഈ ഐറ്റം കണ്ടാൽ നിങ്ങൾ വിടണ്ട, ധൈര്യമായിട്ട് വാങ്ങി വെച്ചോളി. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ് തിരൂർ.